മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ശ്രേഷ്ഠമായ വചനഭാഗങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്ന സക്കേവൂസിന്റെ ഭവനത്തിൽ യേശുനാഥൻ അതിഥിയായി കടന്നു ചെല്ലുന്നതും സക്കേവൂസിന്റെ മാനസാന്തരവുമാണ്. യേശുവിനെ ഒരു നോക്ക് കാണണമെന്നുള്ള അതിയായ ആഗ്രഹവും അതിനായി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളും യേശുനാഥന്റെ മുമ്പാകെ നടത്തിയ ഏറ്റുപറച്ചിലുകളും സക്കേവൂസിനെ എത്തിച്ചിരിക്കുന്നത് ബൈബിളിന്റെ ഏടുകളിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ കൂടിയാണ്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ആഹ്വാനവുമായി ആഗതമായിരിക്കുന്ന നോമ്പുകാലം നമ്മുടെ മനോഭാവത്തിലും കാഴ്ചപ്പാടിലും കാത്തു സൂക്ഷിക്കേണ്ട ക്രിസ്തീയ ദർശനങ്ങളെ നമ്മുടെ ശ്രദ്ധയ്ക്ക് വിഷയമാക്കുകയാണ് ഈ സുവിശേഷ ഭാഗം. സമൂഹം അധിക്ഷേപിക്കുന്ന പാപിയെ ചേർത്ത് പിടിച്ച് ഇവനും അബ്രാഹത്തിന്റെ മകനാണ് എന്ന് പറയുന്ന യേശുനാഥന്റെ കരുതലാണ് ഇവിടെ നാം കാണുന്നത്. നോമ്പുകാലം ഏറ്റവും ഫലദായകമാക്കുവാൻ തിരുസഭ നൽകുന്ന 3 കാര്യങ്ങളാണല്ലോ പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നിവ. ഈ അവസരത്തിൽ പ്രാർത്ഥനയോടെ തീക്ഷ്ണമായി ഈശോയെ ആഗ്രഹിച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ഉപവാസം, ദാനധർമ്മം, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ഇവ അനുഷ്ഠിച്ചുകൊണ്ട് മിശിഹായുടെ പീഡാനുഭവത്തിൽ പങ്കുചേരുവാനും അവിടുത്തെ പീഡകളുടെ ഓർമ്മയിൽ നിലനിൽക്കുവാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ.